പ്രിയമുള്ളവരെ നമസ്കാരം. ലുക്മാൻ, ചെമ്പൻ വിനോദ് എന്നിവരെ അണിനിരത്തി ചെമ്പൻ വിനോദിൻ്റെ സഹോദരൻ ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത പുതിയ മലയാള ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അഞ്ചക്കള്ള കൊക്കാൻ. എല്ലാവരും പരസ്പരം തിരിച്ചറിയുന്ന ഒരു സാങ്കല്പിക ഗ്രാമവും അവിടെ ഒരു പോലീസ് സ്റ്റേഷനും അവിടെ നടക്കുന്ന ഒരു കൊലപാതകവുമാണ്. അത് തെളിയിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സസ്പെൻസും ത്രില്ലറും നിറഞ്ഞ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ അരുൺ മോഹൻ്റെ ക്യാമറ സമ്മതിക്കാതെ വയ്യ. അത്രയ്ക്ക് മനോഹരമാണ് ഓരോ ഫ്രെയിമുകളും. കോക്കാൻ എന്നാൽ സാധാരണ നാടോടി കഥകളിൽ കണ്ടുവരാറുള്ള ദുഷ്ടപിശാചുകളെ പറയുന്ന, അല്ലെങ്കിൽ പണ്ടൊക്കെ പാതിരയായാലും ഉറങ്ങാത്ത കൊച്ചുകുട്ടികളെ കോക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് നമ്മൾ ഉറക്കാറ്. ആ പേരാണ് കോക്കാൻ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളുമായി ഏകദേശം ഒരു സാമ്യമൊക്കെയുണ്ട്. കഥയല്ല കേട്ടോ സാമ്യം, ഏതാണ്ട് അതുപോലെയുള്ള ഒരു മേക്കിംഗ്. കേരള കർണാടക അതിർത്തിയിലെ കാളഹസ്തി എന്നതാണ് ഈ സിനിമയിലെ ഗ്രാമത്തിൻ്റെ പേര്. ആ നാട്ടിലെ വലിയൊരു മുതലാളി ചില അജ്ഞാതരായ ആളുകളുടെ ആക്രമണത്തിന് ഇരയാകുന്നു. ചെമ്പൻ വിനോദിൻ്റെ നടവരമ്പൻ പീറ്റർ എന്ന കഥാപാത്രം ഉജ്ജ്വലമാക്കിയിട്ടുണ്ട്. ലുക്മാൻ്റെ പോലീസ് വേഷവും നന്നായിട്ടുണ്ട്. അത്യന്തം ട്വിസ്റ്റുകളും സസ്പെൻസും നിറഞ്ഞ സിനിമയാണ് അഞ്ചക്കള്ള കോക്കാൻ. 2024 ഇറങ്ങിയ ഒരുവിധം മലയാള സിനിമകളെല്ലാം തന്നെ തിയേറ്ററിൽ കളക്ഷൻ വാരിക്കൂട്ടുന്ന സിനിമകളാണ്. ലുക്മാൻ, ചെമ്പൻ വിനോദ് എന്നിവർ കൂടാതെ ഈ സിനിമയിൽ മണികണ്ഠൻ ആചാരി, മെഘ തോമസ്, മെറിൻ ഫിലിപ്പ് എന്നിവരും അഭിനയിക്കുന്നു. നായകൻ ലുക്മാൻ ആണെങ്കിലും പലപ്പോഴും സിനിമ നായകനിൽ നിന്നും വളരെ വളരെ അകലെയാണ്. ഇതുപോലുള്ള കഥകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സാങ്കേതിക മികവ് കൊണ്ടും ലുക്മാൻ്റെയും ചെമ്പൻ്റെയും അഭിനയം കൊണ്ടും സിനിമ വേറിട്ട് തന്നെ നിൽക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.